അനുഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. സർപ്രൈസ് നോക്കുന്നില്ല. So the Tessica team. So ladies and gentlemen, we have a second special guest. എല്ലാവരും ഏജൻസിലേക്ക് പറയുകയാണ് everyone. നല്ല കൈഡിയോട് കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. Let's see who's that. Oh yes. ലോകത്തിൽ കഥയറിയാതെ സെഷന്റെ സമയത്ത് ഞാൻ ആദ്യം അനീഷേട്ടന്റെ ഫാനാണ്. എന്ന് ആദ്യമേ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് ഷാനിക്കയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഷാനിക്ക തിരിച്ചു പറഞ്ഞു ഞാനും അനീഷേട്ടന്റെ ഫാൻ തന്നെയാണെന്നാണ് പറയുന്നത്. സോ ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യു ഡിയർ. ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ അടിക്കുന്നു ഞാൻ. ഒന്നാമത്തെ കാര്യം, ഇത്ര വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നു. അപ്പം ഷാനവാസ് ഭയങ്കര സൂപ്പറായിട്ട് ഇരിക്കുന്നു. അത് വേറെ ഒന്നല്ല, ഇവൻ പോകുന്ന ഫംഗ്ഷനിലൊക്കെ ഇവൻ നല്ല കോസ്റ്റ്യൂം ഇട്ടോണ്ട് പോകുന്നത്. ഇവൻ എന്തായാലും തോൽപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ വേറെ ഒന്നുമല്ല. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാനവാസ്, ബഹുമാനപ്പെട്ട ഷാനവാസ് ഇരിക്കും. ഓക്കെ, അപ്പോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ട് ഷാനവാസിനെ ഏറ്റവും ഹൃദയത്തിൽ നെഞ്ചിലേറ്റി ആദരിക്കുന്ന ഷാനവാസിന്റെ പ്രിയപ്പെട്ട ആരാധകർ, എനിക്ക് ഈ നിമിഷത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ള സത്യമായിട്ടും ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് ഷാനവാസിന്റെ ദിനാണ്, ഷാനവാസിന്റെ ആരാധകരുടെ ദിവസമാണ്. സോ ഞാൻ എന്ത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്തുന്ന ഒരു ഗുരു, മെന്റർ, ചേട്ടൻ, അനിയൻ അല്ലെങ്കിൽ ബ്രദർ എന്നുള്ള നിലയിലൊക്കെയാണ് ഞാൻ കാണുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോ ഷാനവാസിനോട് ഇപ്പൊ ഞാൻ താരതമ്യേന ഈ ഒരു ഫീൽഡില്, അതായത് ഈ മാധ്യമല്ല ദൃശ്യ രംഗത്ത് എന്താ പറയാ മീഡിയ രംഗത്ത്, കറക്റ്റ്, മീഡിയ രംഗത്ത് ഞാനിപ്പോ ആദ്യം വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഷാനവാസിനോട് ചോദിക്കും, ഷാനവാസ് ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഷാനവാസ് പറയും, ധൈര്യമായിട്ട് നീ പോയി ചെയ്യടാ, പോയി ചെയ്ത്